സഹചാരിയായി ഉണ്ടായിരുന്ന അരുമശിഷ്യൻ KC ആണ് ജീവിതാനുഭവങ്ങളിലൂടെ ഉള്ള ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തീൻകുട്ടി ഡോക്ടർക്കും ഉസ്താദിന്റെ ചില അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് KCക്ക് മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ളതുകൊണ്ട് KC മുഹമ്മദ് ബാക്കവിയെ ആദരപൂർവ്വം അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ബഹുമാനാദരവുള്ള സാദാത്തുക്കളെ, ഒന്നിരായ ഉലമാക്കളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ഉസ്താദിനെ കുറിച്ച് ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഓരോ അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാനുണ്ടാകുമെന്നതാണ് വസ്തുത. ഉസ്താദുമായി ഒരിക്കലെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരാൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അനുഭവം ഉണ്ടാകലാണ് പതിവ്. ആ രൂപത്തിലായിരുന്നല്ലോ മഹാനവറുകളുടെ ഇടപെടലുകളും പെരുമാറ്റവും ഉണ്ടായിരുന്നത്. ഈ അടുത്തിടെയായി മരണവുമായി കൂടുതൽ ഒരു ബന്ധം, അതേക്കുറിച്ചുള്ള ചിന്തകൾ അധികരിക്കുന്നൊരവസ്ഥ ഉസ്താദിൽ നിന്നും കാണാനിടയായിട്ടുണ്ട്. ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് 20 വർഷത്തിലേറെയായി അദ്ദേഹം ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രോസ് ചാൻസലറാണ്. ലാസ്റ്റ് ഫൈനൽ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് ഉള്ളത്. മുത്തവ്വലിൽ അഥവാ 11, 12 എന്നീ 2 ക്ലാസുകളിൽ 2 ക്ലാസുകളിലും അദ്ദേഹത്തിന് ഫിഖ്ഹ് ആണ് നൽകപ്പെടാറ്. 11-ൽ മെഹല്ലിയും 12-ൽ തുഹ്ഫത്തുൽ മുഹ്താജും. ഫത്വക്ക് അവലംബിക്കുന്ന ഈ 2 കിതാബുകൾ തന്നെ ആയാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ശവ്വാൽ 9-ന് ക്ലാസ് തുടങ്ങി ടൈം ടേബിളൊക്കെ തയ്യാറാക്കി അദ്ദേഹത്തിന് നിശ്ചയിക്കപ്പെട്ട പീരീഡുകൾ അടങ്ങുന്ന ടൈം ടേബിൾ കൊണ്ടുചെന്ന് കൊടുത്തപ്പോൾ എനിക്കെന്തൊക്കെയാണ് ഈ വർഷം വിഷയമിട്ടത് എന്ന് ചോദിച്ചു. സാധാരണ ഉസ്താദ് ക്ലാസ് എടുക്കാറുള്ള മഹല്ലയും തുഹ്ഫയുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു 12ാം ക്ലാസ്സിലുള്ള തുഹ്ഫ അതവിടെ നോട്ടെ, അത് ഞാൻ എടുത്തോളാം, മഹല്ലി നിങ്ങളാരെങ്കിലും എടുത്തോളി, അതിന് പകരം ഒരു ഹദീസിന്റെ കിതാബ് ഇട്ടാളാം. അപ്പൊ ഞാൻ പറഞ്ഞു, മഹല്ലി കിതാബുൽ ഫറായിദ്, കിതാബുൽ വഖഫ്, കിതാബുൽ നിക്കാഹ്, കിതാബുൽ ത്വലാഖ്, മുഖ്താറായ തെരഞ്ഞെടുക്കപ്പെട്ട ഈ 4 ബാബുകളാണ് മഹല്ലിയിലുള്ളത്. ഈ 4 ബാബും ഉസ്താദിൽ നിന്ന് പഠിക്കലാണ് കുട്ടികളുടെ താല്പര്യം. ഹദീസിന്റെ കിതാബുകൾ അത് ഹദീസിന്റെ അർത്ഥം വെച്ചൊരു വിശദീകരണം നൽകലല്ലേ, അത് ഞങ്ങളെങ്കിലും ആരെങ്കിലും എടുത്തോളാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അല്ല മഹല്ലി നിങ്ങളാരെങ്കിലും എടുത്തോളി, വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ.
11 ഏതാ ഹദീസിന്റെ കിതാബ്? സഹീഹ് മുസ്ലിമാണ്. എന്നാ മുസ്ലിം ഇട്ടാണ്. അവസാനമൊക്കെ ഹദീസുമായി കൂടുതൽ തഅല്ലുഖാകണമെന്നാണ് എന്റെ മശായിഖന്മാർ എന്നോട് പറഞ്ഞത്. അവസാനം ഹദീസുമായി കൂടുതൽ ബന്ധപ്പെടാനാണ് എന്റെ മശായിഖന്മാർ എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് മുസ്ലിം ആയിക്കോട്ടെ, 11, 12 തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ഈ വർഷം സഹീഹ് മുസ്ലിം എന്ന ഹദീസിന്റെ കിതാബ് ചോദിച്ചു വാങ്ങിയതാണ്. രാവിലെ 8:30 മണി മുതൽ 9:20 വരെയാണ് ഉസ്താദിന്റെ ഒരു പീരിയഡ്. അത് കഴിഞ്ഞാൽ പിന്നെ നാസ്ത കഴിഞ്ഞ് 9:45 മുതൽ 10:45 വരെയാണ് അടുത്ത പീരിയഡ്. ഈ 2 പീരിയഡുകളിൽ മാത്രമേ ഉസ്താദിന് ക്ലാസ് നൽകപ്പെട്ടിട്ടുള്ളൂ. അന്നൊരു ദിവസം തിങ്കളാഴ്ച, അന്ന് ഒരു പീരിയഡേ ഉള്ളൂ, ഹിഫ്ള് മാത്രം. അന്ന് മുസ്ലിം ഇല്ല. അന്ന് അദ്ദേഹം എത്തിയത് ഒരു 9:15. 9:15 റൂമ് കയറി, കുട്ടികൾ റൂം തുറന്നു, ഹിഫ്ള് എടുത്ത് മറിച്ചു, അത് മുത്താല ചെയ്തുകൊണ്ടിരിക്കും. ഏത് ക്ലാസ്സിന് പോകുമ്പോഴും ആ കിതാബൊന്ന് മുത്താല ചെയ്തിട്ടാണ് പോകാറ്. ഇതൊക്കെ ഇഷ്ടം പോലെ തവണ ദർസ് നടത്തിയതാണ്. മുത്താല ചെയ്യാതെ, റഫർ ചെയ്യാതെ പോകാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഒരിക്കൽ മുത്താല ചെയ്യുമ്പോൾ കിട്ടാത്ത പുതിയ ഇൽമ് പിന്നെ മുത്താല ചെയ്യുന്ന അവസരത്തിൽ കിട്ടും. അതിനാൽ ചെറിയ മീസാൻ എന്ന കിതാബ് കുട്ടികൾക്ക് മുന്നിൽ ദർസ് നടത്തുകയാണെങ്കിലും അതിന് മുമ്പ് ഉസ്താദുമാർ അത് മുത്താല ചെയ്ത് അതിലടങ്ങിയ വിഷയങ്ങളൊക്കെ നാക്കിൻ തുമ്പിലാക്കി പോകലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ട്. അദ്ദേഹം ഒരു സ്റ്റാഫ് മീറ്റിംഗിൽ പറഞ്ഞത്, ഒരു വക്കറ്റുമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത്, എന്നിട്ടത് കോപ്പ കൊണ്ട് കോരിക്കൊടുക്കണം കുട്ടിക്ക്. ഒരു വക്കറ്റ് നിറയെ വെള്ളവുമായി ചെന്ന് കോപ്പ കൊണ്ട് കോരിക്കൊടുക്കണം. ദർസ് നടത്തുന്ന, അധ്യാപനം നടത്തുന്ന മുഴുവൻ ആളുകൾക്ക് ഇത് വലിയൊരു പാഠം. കോപ്പയുടെ മൂട്ടിൽ ഒരിറ്റ് അല്പം വെള്ളവുമായിട്ട് പലപ്പോഴും നാം ഒക്കെ ദർസ് നടത്താൻ ചെല്ലാറ്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ബടായി പറഞ്ഞ് സമയം ഒപ്പിക്കുന്ന ആളുകൾ ഇത് ചിന്തിക്കണം. ഒരുപക്ഷെ സമയം വൈകുകയാണ് എങ്കിൽ കാറിൽ കിതാബുണ്ടാകും. ആ കിതാബ് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്തും മുത്താല ചെയ്തുകൊണ്ട്, റഫർ ചെയ്തുകൊണ്ട് വരാം. 9:45 ബെല്ലടിച്ചു. റൂമിൽ നിന്ന് പള്ളിയിലാണ് ഉസ്താദ് ക്ലാസ് നടത്താറ്. പള്ളിയിലേക്ക് ഇങ്ങനെ വരാന്തയിലൂടെ, ദാറുൽഹുദയുടെ വരാന്തയിലൂടെ നടന്ന് പള്ളിയിലെത്തി. മുത്തപ്പൽ ഫൈനൽ വിദ്യാർത്ഥികൾ അഥവാ ലാസ്റ്റ് വിദ്യാർത്ഥികൾ 12-ലുള്ളവർ 132 പേരാണ്. മൈക്കിലാണ് അന്ന് ക്ലാസ് എടുത്തത്. ക്ലാസ് എടുക്കാറും മൈക്കിൽ തന്നെയാണ്. 9:45 മുതൽ 10:45 വരെ സാധാരണ പോലെ ഒരു ക്ഷീണവും പ്രത്യേകമായി കുട്ടികൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ചിരിയും തമാശയും ഒക്കെയായി തെഫത്തുൽ മുഹ്താജ് 1-ാം വാള്യം 74-ാമത്തെ പേജ്. മഹാനായ അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെഫ 1-ാം വാള്യം 74-ാമത്തെ പേജ്. വൽ ഖദീമു ഖിലാഫുഹു എന്ന മത്തിന്. വൽ ഖദീമു ഖിലാഫുഹു തുടങ്ങിയ ആ ഇബാറത്ത് മുതൽക്കാണ് അന്ന് ക്ലാസ് നടത്തിയത്. ഒരു 1.5 പേജോളം അന്ന് ക്ലാസ് നടന്നിട്ടുണ്ട്. 10:45 അടുത്ത പീരീഡിനുള്ള ബെല്ലടിച്ചു. കുട്ടികൾ അവിടെ നിന്ന് പിരിഞ്ഞ് ക്ലാസ് റൂമുകളിലേക്കെത്തി. 3-4 കുട്ടികൾ ഉസ്താദിന്റെ കയ്യും പിടിച്ച സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരാന്തയിലൂടെ ഇങ്ങനെ നടന്ന് നേരെ റൂമിലേക്ക് വന്ന് കയറി.
ഉസ്താദ് ഇറങ്ങിയ ആ ക്ലാസ്സിലായിരുന്നു പിന്നെ എനിക്ക് സഹീഹ് ബുഖാരി എന്ന പീരീഡ് ഉണ്ടായിരുന്നത്. ഞാൻ പീരീഡിലും പോയി. റൂമിലേക്ക് ഉസ്താദ് എത്തിയപ്പോഴേക്ക് ഒരു 3-4 ടീമുണ്ട് അവിടെ ഫത്വ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സാധാരണ അങ്ങനെ തന്നെയാണ് ഉണ്ടാകാറ്. രാവിലെ 8:30 മണിക്ക് മുമ്പ് 8:20, 25 എത്തുമ്പോഴേക്ക് 2-3 ടീം അവിടെ ഉണ്ടാവും. നമുക്ക് ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം എന്നാണ് 99% പറയാറ്. അന്നും ഇതേപോലെ റൂമിലേക്ക് കയറിയപ്പാട് ഒരു 3-4 ടീം ഭാഗത്തുള്ള ആളുകൾ അവിടെ മസ്അല ചോദിക്കാൻ വേണ്ടി വന്നവരുണ്ട്. റൂമിൽ കയറി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. നാസ്ത അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഒരാൾക്കാരോട്, ഒരു ടീമിനോട് വരാൻ പറയാം. തിരുവനങ്ങാടി ഭാഗത്തുള്ള ഒരു ആളുകളാണ്, ഒരു വിഭാഗം ആളുകളാണ്, ഒരു 5-8 ആളുകളുണ്ട്. അവർ റൂമിൽ കയറി കസേലയിൽ നിന്ന് ഒരു മസ്അല ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, ഫത്വ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരവസാനത്തെ ഫത്വ. ആ ഫത്വ കൊടുത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. ഉസ്താദ് തിരിച്ചും മറിച്ചും ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യങ്ങൾ കൃത്യമായി ആയാലല്ലേ മറുപടി പറയാൻ സാധിക്കും. തിരിച്ചിങ്ങോട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വർത്തമാനത്തിന് ഒരു ബന്ധമില്ലാത്ത അവസ്ഥ. കൂട്ടത്തിൽ ഒരാൾ ഉടനെ തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പുറത്തുണ്ട് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിന്റെ റൂം. അവിടെ കയറിയിട്ട് ചോദിച്ചു, ഉസ്താദെ, ഷെയ്ഖിനായിട്ട് ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു മൂപ്പര് പറയുന്നതിലൊന്നും ഒരു ബന്ധമില്ലാത്ത വർത്തമാനങ്ങള്, സംസാരങ്ങൾക്കൊക്കെ എന്തൊരു ട്രബിള് ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ? ബഹാദുർ സാഹബ് പറഞ്ഞു, ഉണ്ടാകാറില്ല. ഉസ്താദ് എന്തോ ഏരിക്കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അവിടുന്ന് ഇറങ്ങി ഷെയ്ഖിനയുടെ റൂമിലേക്ക് കയറിയപ്പോഴേക്ക് തിരുവങ്ങാടിയിൽ നിന്ന് വന്ന ആളുകൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് മെല്ലെ എടുത്ത് കട്ടിൽ കിടത്തിയിട്ടുണ്ട്. ബഹാവുദ്ദീൻ ഉസ്താദ് പെട്ടെന്ന് ചെന്ന്, എന്തേ ഉസ്താദെ എന്ന് മറുപടിയില്ല. സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഓതുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, മുഹമ്മദ് എന്നിങ്ങനെ പറയുന്നു. ഇതെന്ന് ഗുളിക കുടിച്ചിട്ടില്ലേ? അതിനും മറുപടിയില്ല. വേറെ ദുന്യവിയായ ഒരു കാര്യം പറയുന്നേ ഇല്ല. ചോദിക്കുന്നതിനൊന്നും മറുപടി നൽകുന്നില്ല. പെട്ടെന്ന് ഡ്രൈവർ മെരികുട്ടി ഹാജിനെ വിളിച്ച വണ്ടി ഇങ്ങോട്ട് വെക്കി, പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. വണ്ടി വെച്ചതിന്റെ ശേഷം നമ്മളൊന്ന് ആശുപത്രിയിൽ പോവുക പറഞ്ഞു. ആശുപത്രിയിലൊന്നും പോണ്ട. ബഹാവുദ്ദീൻ ഉസ്താദ് വീണ്ടും ആവശ്യപ്പെട്ടു, അല്ല നമ്മളൊന്ന് പോയി കാണിച്ചുകൊണ്ട് പോരാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണിച്ച ശേഷം കേട്ട് നമുക്ക് പോരാലോ. അങ്ങനെ തലപ്പാവ് തലയിൽ തന്നെ വെച്ച് 2 ഭാഗത്തുനിന്ന് കൈ പിടിച്ച് നടന്ന് ആ കാറിലേക്ക് കയറി. പിൻസീറ്റിലാണ് ഉസ്താദ് ഇരിക്കാറ്. മുൻസീറ്റിൽ ഒരാളും പിൻസീറ്റിൽ വേറൊരാളും ഇരുന്ന് ഇങ്ങനെ പോന്നു കൊണ്ടോട്ടിയിലേക്ക്, ഡോക്ടർ മേരിൻകുട്ടി സാഹിബിന്റെ ആശുപത്രിയിലേക്ക്. പോരുന്ന സമയത്തൊക്കെ സൂറത്തുൽ ഫാത്തിഹയാണ് കാര്യമായിട്ട് ഓതുന്നത്. സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ എന്ന വല്ല തകരാറുണ്ടോ? ഒരു തകരാറുമില്ല. അതിൽ പിഴവേ വരുന്നില്ല. വളരെ ശരിയായ രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുണ്ട്, കെലിമയും ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹയും കെലിമയും അതിങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് കാറിൽ ഇതുവരെ പോന്നത്. റിലീഫ് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്ക് പിന്നെ സംസാരം കേൾക്കാത്ത അവസ്ഥയായി. അതിന്റെ ശേഷം പിന്നെ സംസാരിച്ചിട്ടില്ല. ഇവിടെ നിന്നുള്ള പരിശോധനയിൽ പ്രഷർ അടിച്ചു കയറുകയും തലച്ചോറ്റിലെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചു. ഉടനെ ബേബി മെമ്മോറിയലിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടു. സാധാരണ ഇവിടുത്തെ വാഹനത്തിൽ കൊണ്ടുപോയാൽ പോരാ, അത്യാധുനിക സൗകര്യമുള്ള ആംബുലൻസ് അവിടെ നിന്ന് ഡോക്ടർ സമേതം വരുത്തണം എന്നാവശ്യപ്പെട്ടു. ബേബിയിൽ നിന്ന് വരുത്തി.
ഓക്സിജൻ സംവിധാനമുള്ള അത്യാധുനിക സൗകര്യമുള്ള ആംബുലൻസ് ബേബി മെമ്മോറിയൽ നിന്ന് കൊണ്ടുവന്ന് അതിലാണ് കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 3 മണിയായപ്പോഴേക്ക് ബേബിയിലെത്തി. ഐസിയുവിൽ കടത്തി. ഒരു ദിവസത്തിന്റെ ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വന്നു. പിന്നെയാണ് ദുആകളും കാര്യങ്ങളുമൊക്കെ വളരെ സജീവമായി നടന്നതിനാൽ ആശ്വാസം ലഭിക്കുകയും റൂമിലേക്കാക്കുകയും ചെയ്തത്. പക്ഷേ ഈ റിലീഫ് ആശുപത്രിയിൽ നിന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടതിന്റെ ശേഷം പിന്നത് വീണ്ടും കിട്ടിയിട്ടില്ല. തന്നെ കാണുന്നവരുടെ മുഖത്തേക്ക് നോക്കാറുണ്ട്. അവരോടെന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി തുനിയുന്നത് പോലെ മുഖഭാവം കണ്ടാൽ തോന്നാറുണ്ട്. ഉള്ളിലേക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുക. അങ്ങനെ ഒരിക്കൽ തസ്ബീഹ്മാല കയ്യിൽ കൊടുത്തു. ആ തസ്ബീഹ്മാല മുറുക്കി പിടിക്കുകയാണ്. ആ തസ്ബീഹ്മാല പിടിച്ചു വലിച്ചാൽ തന്നെ അങ്ങോട്ട് കിട്ടൂല. അതിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുണ്ടിങ്ങനെ അനങ്ങും, നാവിങ്ങനെ പടപടക്കും, തസ്ബീഹ്മാല ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. അവസാനം വരെ ആ തസ്ബീഹ്മാല കയ്യിൽ നിന്ന് വിട്ടിട്ടേ ഇല്ല. അത് തന്നെയാണ് കൈയുണ്ടായിരുന്നത്. വലിയ സാഹിറായിരുന്നല്ലോ. യാത്രയിലും മറ്റു സന്ദർഭങ്ങളിലും ഒക്കെ വിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്നലെ ഒരു ഡോക്ടർ ഞങ്ങളോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൽ ഈ അസുഖം പിടിച്ച ആൾ കയ്യിൽ തസ്ബീഹ്മാല പിടിച്ച് ആ കൈവിരൽ കൊണ്ടിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ ഒരാൾക്ക് സാധിക്കുകയില്ല ഈ ഒരു രോഗം ബാധിച്ച അവസ്ഥയിൽ. ഇതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞങ്ങൾ വൈദ്യശാസ്ത്രം അതിനെ കാണുന്നത് എന്ന്. ചിലപ്പോ ഒന്ന് കൂടിയെന്ന് വരും, അപ്പൊ പിന്നെ ഐസിയിലേക്കാക്കും. ഇങ്ങനെ 45-ാമത്തെ ദിവസമാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച. വ്യാഴം രാവിലെ 6:20 ഈ ലോകത്തോട് വിട പറയുന്നത്. സാധാരണ പോലെ മറ്റൊരധികമായി ഉണ്ടായിട്ടേ ഇല്ല. തലേന്ന് വൈകുന്നേരവും ഞങ്ങൾ പോയി നല്ല മുഖവും കണ്ട് തിരിച്ചു പോന്നതാണ്. രാവിലെ ഒരു 4-4:30 മണിക്ക് മരുമകനും മോനും ഭാര്യയും മകളും തന്റെ സഹോദരിയും ഈ 5 ആളുകളാണ് അപ്പൊ വീട്ടുകാർ റൂമിലുണ്ടായിരുന്നത്. 4:30 മണിക്ക് എഴുന്നേറ്റ് ഉസ്താദിനെ നോക്കി. സാധാരണ പോലെ എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് സാധാരണ രാവിലെ നേഴ്സ് വരുന്നത് പോലെ, സാധാരണ വരാറുള്ളത് പോലെ നേഴ്സ് വന്നു, പൾസ് നോക്കി. പക്ഷേ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നേരിയ തോതിൽ. അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി കണ്ടു. ഒരു 6 മണിയാകുമ്പോൾ നേഴ്സ് ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി കണ്ടു. 40-ൽ താഴെയായപ്പോ, അതിന്റെ താഴെ വന്നാൽ അപകടത്തിലേക്കാണ് എന്നതാ സൂചന. നേഴ്സ് അവിടുന്ന് ഒരു ഓട്ടോ ഓടി. എന്തിന്? ഡോക്ടർമാരെ കിട്ടാൻ. അതിന് സാക്ഷിയായ തന്റെ മരുമകൻ സൈനു സാഹിബ്, സൈനുൽ ആബദീൻ, ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയുടെ മകൻ, നേഴ്സിനെ വിളിച്ച് ചോദിച്ചു, എന്ത് നിങ്ങൾ ഓടുന്നു, എന്താ പ്രശ്നം? ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്കാണ്, ഡോക്ടറെ വിളിച്ച് കൊണ്ടുവരാനാ പോണത്. ഉടനെ 6:07 സൈനു പറഞ്ഞു. 6:07 ഡോക്ടർ വന്നു. പരിശോധിച്ചപ്പോ പറഞ്ഞു പ്രയാസത്തിലാണ്, സംസം വെള്ളം കൊടുത്തോളി. ഭാര്യ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു, മകള് കൊടുത്തു, മോൻ കൊടുത്തു, മരുമകനും കൊടുത്തു, പെങ്ങളും കൊടുത്തു. 5 ആളും കൊടുത്ത ആ സംസം വെള്ളം അവസാനമായിട്ട് കുടിച്ചു. ഡോക്ടർമാരും നേഴ്സുമാരും ഈ പറയപ്പെട്ട 5 ആളുകളുമാണ് ആ സമയത്തുള്ളത്. 6:15 സമസ്ത ഓഫീസിലുണ്ട് ഇഖ്ബാലിന് ജയില് വിളിച്ചു, ഒന്ന് പെട്ടെന്ന് വാ. അപ്പോഴേക്ക് ഇഖ്ബാൽ സാഹിബ് അവിടെ എത്തി. 6:20 ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മരുമകൻ സൈനുൽ ആബദീൻ ഇവിടെയുണ്ട്, മകൻ സ്വാദിഖ് ഇവിടെയുണ്ട്. അവർ നേർക്ക് കൊണ്ടുകൊണ്ടിരിക്കുകയാ. ഒരു പാട് മാറ്റമോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അനുഭവമോ ആ സമയത്തില്ല. ഒരു പെടപെടക്കലോ ഒരു പ്രയാസപ്പെടലോ അനുഭവിച്ചിട്ടേയില്ല. ചികിത്സാ സമയത്ത് മരുന്നും കാര്യവുമൊക്കെ കൊടുത്ത ഒരു ക്ഷീണം മുഖത്തുണ്ടായിരുന്നത് അത് നീങ്ങി ഒരു പ്രസന്നമായ മുഖമായി മാറി.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹത്താ യറാ മഖ്റാദഹു മിനൽ ജന്നത്തി അബിന്നാ, താൻ എത്തിപ്പെടുന്ന സ്വർഗം അല്ലെങ്കിൽ നരകം അത് കണ്ടുകൊണ്ടാണ് അസ്രായീൽ അലൈഹിസ്സലാമും സഹായികളും റൂഹിനെ പിടിക്കുക. റൂഹ് ഇങ്ങനെ പിടിച്ചു വലിച്ചൂരുന്ന സമയത്ത് തനിക്ക് എത്തിപ്പെടാനുള്ള നരകം അല്ലെങ്കിൽ സ്വർഗം ഈ മരണത്തിലേക്ക് അടുക്കുന്ന ആൾ കണ്ടുകൊണ്ടിരിക്കും എന്ന ഹദീസ്. തനിക്കെത്തിപ്പെടാനുള്ള ആ സ്വർഗമെന്ന മണിമന്ദിരം കാണുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തെ പ്രസന്നത, ആ പ്രസന്നത ഇങ്ങനെ തെളിഞ്ഞു വരും. സാധാരണ നമുക്ക് കാണാൻ കഴിയാറുണ്ട് ചുണ്ട് കൂട്ടിയിട്ടുള്ള ഒരു പുഞ്ചിരി ഉസ്താദിന്, ആ പുഞ്ചിരിയാണുള്ളത്. 45 ദിവസം ആ കടത്തം കടന്നു എങ്കിലും അവസാന വാക്കുകൾ സൂറത്തുൽ ഫാത്തിഹയും കലിമയുമായി കൊണ്ടാണ് ഇവിടെ നിന്ന് ഇവിടെ പറയുന്നത്. 6:18 ഡോക്ടർ പറഞ്ഞു കലിമ ഇങ്ങനെ ചൊല്ലിക്കോളിയാ. ഒപ്പമുണ്ടായിരുന്നവർ കലിമ ചൊല്ലി. സൈന് പറഞ്ഞു നാവ് ഇങ്ങനെ പടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. താടകെട്ടി കൈയിന്റെയും കാലിന്റെയും ഒക്കെ വിരലുകൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അത്ഭുതകരമായി ബഹുമാനപ്പെട്ട മുനവ്വർ തങ്ങൾ അങ്ങോട്ട് കയറി വന്നു. നെല്ലിനോട് ഞാൻ ചോദിച്ചു, ഇതെന്നെ വിളിച്ചതാണോ? ഞാൻ വിളിച്ചതല്ല. പാണക്കാട്ട് നീ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടെത്താൻ നേരമായിട്ടും ഇല്ല. എങ്ങനെയാണ് എവിടെയായിരുന്നു തങ്ങൾ എന്ന് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അപ്പോഴേക്കും തങ്ങൾ പാപ്പെത്തി, മറ്റ് നേതാക്കന്മാരൊക്കെ എത്തി. പിന്നീട് എപ്പോഴാണ് മയ്യിത്തെടുക്കേണ്ടത്, ഖബർ എവിടെയാണ് കുഴിക്കേണ്ടത് എന്ന ചർച്ചയിലായി. ഉടനെ ചാനലുകാരും മറ്റാളുകളും ഒക്കെ ആശുപത്രിയിലേക്ക് എത്തി. 100 കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയുണ്ടായി. ചാനൽക്കാർക്ക് വിവരം കൊടുത്തു, ചെമ്മാട് ദാറുൽ ഹുദയുടെ അങ്കണത്തിൽ ബാപ്പുട്ടി ഹാജിയുടെ സമീപത്താണ് ഖബറുണ്ടാവുക. അങ്ങോട്ട് മയ്യിത്ത് കുളിപ്പിച്ച് കൊണ്ടോട്ടിയിൽ വന്നതിന്റെ ശേഷം കൊണ്ടുപോകും. വൈകുന്നേരം 4:30 മണിക്ക് മറമാടൽ നടക്കും. കൊണ്ടോട്ടി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഈ സ്റ്റേജിലും വേദിയിലുമുണ്ടല്ലോ. ഉസ്താദിന്റെ ശറഫാക്കപ്പെട്ട ആ ശരീരം എവിടെ മറമാടപ്പെടണം എന്ന് ഈ നാട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഉസ്താദിന്റെ കളിക്കൂട്ടുകാരായ ആളുകൾ ഇവരുണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടി പോയപ്പോ ഉസ്താദിന് ആഗ്രഹം പറഞ്ഞിരുന്നു. ബൈപ്പാസ് ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ ആയിരുന്നല്ലോ. അന്ന് നാം ഒക്കെ പള്ളികളിൽ വെച്ചും മദ്രസകളിൽ വെച്ചും സജീവമായി ദുആർന്നിട്ടുണ്ട്. അന്നും തങ്ങൾ പാപ്പയുടെയും മറ്റ് ആലിമീങ്ങളുടെയും ദുആ ചെയ്യണമെന്ന നിർദ്ദേശം വരാൻ കാരണം മിംസ് ആശുപത്രിയിൽ നിന്ന് തന്നെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങൾക്ക് പേടിയുണ്ട്. 70 മീതെ പ്രായമെത്തിയ ഈ അവസ്ഥയിൽ ഇത്തരം ഒരു മേജർ ഓപ്പറേഷൻ അപകടകരമായ അവസ്ഥയുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. ഈ വിവരം ഉസ്താദ് അറിഞ്ഞു. ഡോക്ടർമാർ ഇങ്ങനെ പറയുന്നുണ്ട്. 2 മക്കളെയും മരുമകനെയും വിളിച്ചു. 2 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. ഒന്നാമത്തെ മകൻ മുഹമ്മദ് റഫീഖ്, രണ്ടാമത്തവൻ മുഹമ്മദ് സ്വാദിഖ്. 2 പേരും പെടുണ്ട്. എവിടെ ആൾക്കാരൊന്നും കാണും? റഫീഖ, മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് സ്വാദിഖ്, 2 ആൺമക്കളാണ്. ബാപ്പുട്ടി ഹാജിയുടെ മകൾ സൈനുൽ ആബിദീൻ, ഇവനാണ് ഇവിടത്തെ മകളുടെ ഭർത്താവ്. റഫീഖ് വിദേശത്തായതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും സൈനുൽ ആബിദീനോടാണ് പറയാറ്. ഇതിന്റെ തന്നെ ഉണ്ടാകണട്ടോ എന്ന് പലപ്പോഴും സൈനുവിനോട് പറയാറുണ്ട്. ഇവരെ വിളിച്ച് മിംസ് ആശുപത്രിയിൽ നിന്നെന്ന് പറയുകയുണ്ടായി, ഞാൻ മരണപ്പെട്ടാൽ ചെമ്മാട് ദാറുൽ കിടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നിട്ട് 2 മക്കളോടും പറഞ്ഞു, നിങ്ങളല്ലേ ഗൾഫ് പോണ സമയത്തൊക്കെയല്ലേ എന്റെ വാപ്പാന്റെയും വല്യപ്പാന്റെയും അരികിൽ വന്ന് നിങ്ങൾക്കൊന്ന് ദ്വാരക്കുക. ഇന്നവിടെ മറമാടപ്പെട്ടാലും അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾക്ക് നേരമുണ്ടാവുള്ളൂ.
ദാറുൽഹുദയിലായാൽ എന്റെ മക്കളുണ്ട് അവിടെ എനിക്ക് ദ്വാരക്കാൻ. ദാറുൽഹുദയിലായാൽ എന്റെ മക്കളുണ്ടാവും എനിക്ക് അവിടെ ദ്വാരക്കാൻ. അതുകൊണ്ട് അവിടെയാകലാണ് എന്റെ മോഹം. ഈ ആഗ്രഹം ദാറുൽഹുദയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാഫി ഹാജി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും അറിയില്ല, ഈ മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വരെ അറിയില്ല. പക്ഷെ വഫാത്തിന്റെ ശേഷം ഈ വിഷയം ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞപ്പോ ഉസ്താദിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ എന്ന നിലയിൽ അവരും അതിന് സമ്മതം തന്നെയാണ്. ആശുപത്രിയിൽ കടന്ന 45 ദിവസവും ആളുകൾക്ക് സന്ദർശനം വിലക്കപ്പെട്ടിരുന്നു. റൂമിലേക്ക് ആകുന്ന സമയത്ത് കാട്ടിക്കൊടുത്തൂടെ എന്ന് ബന്ധുക്കൾ വീണ്ടും അവിടുത്തെ MD അലക്സാണ്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം നിരവധി ആളുകൾ മുഹിബ്ബീങ്ങൾ ഒരു നോക്ക് കാണാൻ പൂരിവെക്കുന്നവർ. ഡോക്ടർ പറഞ്ഞത് പാടില്ല, വലിയ ഇൻഫെക്ഷനും വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൊടുക്കരുത്, ആളുകളെ ഉള്ളിലേക്ക് അടുപ്പിക്കരുത്. എന്നിട്ടും ബന്ധുക്കൾ പറയുകയുണ്ടായി, ഉസ്താദിനെ കട്ടിൽ കടത്തി ചുറ്റുഭാഗം ഗ്ലാസ് വെച്ച് ആ ഗ്ലാസിന്റെ ഇപ്പുറത്ത് നിന്ന് ആളുകൾക്ക് കാണാനുള്ളൊരു സൗകര്യങ്ങൾ നിങ്ങൾക്ക് പെടുത്തിക്കൂടെ? അദ്ദേഹത്തിന്റെ നാട്ടുകാരായ കൊണ്ടോട്ടിക്കാർക്ക് പോലും, തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന അയൽവാസികൾക്ക് പോലും, കുടുംബാംഗങ്ങൾക്ക് പോലും, തന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും ഒരു നോക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയല്ലേ, ഒന്ന് പരിഹരിച്ചുകൂടെ? MD അലക്സാണ്ടർ അപ്പോൾ പറഞ്ഞത്, അങ്ങനെ ഒരു സൗകര്യം ഗ്ലാസ് വെച്ച് കാണാനുള്ളത് നമ്മൾ ഉണ്ടാക്കിക്കൊടുത്താൽ അത് ആശുപത്രിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ജനക്കൂട്ടം വന്ന് പ്രയാസപ്പെടും, അത് ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾ ആവശ്യപ്പെടരുത് എന്ന്. ഇത് പ്രത്യേകം പറയാൻ എന്നോട് ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ബന്ധുക്കളുടെ നിർബന്ധം കാരണത്താൽ തടഞ്ഞതല്ല. ആശുപത്രിയിൽ എങ്ങനെയെങ്കിലും ഈ രോഗശമനം ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഇത്തരമൊരവസ്ഥയാകുന്നതിന്റെ മുമ്പേ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നടത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, മൂത്ത മകൻ മുഹമ്മദ് റഫീഖ് SLCക്ക് ശേഷം കടമേര് റഹ്മാനിയ അറബി കോളേജിൽ കൊണ്ടുവന്ന് ചേർത്തു. പ്രത്യേകിച്ച് കൊണ്ടോട്ടി ടൗണിലാണല്ലോ ഇവർ താമസിക്കുന്നത്. ഈ ടൗണിലും സാമ്പത്തികമായ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ളൊരു നീക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നതിനാൽ ഉസ്താദ് പ്രത്യേകിച്ചത് ശ്രദ്ധിച്ചു. പള്ളി ദർസിൽ പോകാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അറബി കോളേജിലൂടെ ദീൻ പഠിക്കുന്നവരാകട്ടെ എന്നാഗ്രഹിച്ച് റഹ്മാനിയ അറബി കോളേജിൽ കൊണ്ടുവന്നത്. ഒരു കൊല്ലം റഫീഖ് പോയി. റഫീഖ് പറഞ്ഞു, ഞാൻ കുറ്റം പറയുകയല്ല, അള്ളാന്റെ വിധികളല്ലേ. 2ാമത്തെ വർഷവും പോകാൻ അവന് കുറച്ച് മടി കാണിച്ചുവെങ്കിലും ഉസ്താദ് നിർബന്ധിച്ചു. അവിടെ മതവും പഠിക്കാം, ഭൗതികവും പഠിക്കാം. റഫീഖ് പോയി. വലിയ പെരുന്നാളിന്റെ ശേഷം വീണ്ടും പഠിച്ചു, വീണ്ടും മുന്തി പറഞ്ഞേച്ചു. പിന്നൊരു വ്യാഴാഴ്ച ലീവിന് വന്നു. ശനിയാഴ്ച പോകാൻ പറഞ്ഞൊരു മടിങ്ങനോന്. ഉസ്താദ് വളരെ നിർബന്ധിച്ച് പോകാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞേച്ചോളാം എന്ന ഭാര്യ പറഞ്ഞു. ഉസ്താദ് ചമ്മാട്ടേക്ക് പോന്നു. ചമ്മാട്ടേക്ക് ഉസ്താദ് പോയതിന് ശേഷം റഫീഖ് ഉമ്മാനോട് പറഞ്ഞൊരു വാക്ക്, ഉമ്മ എനിക്കിതിനാവൂല. ഉമ്മ പറഞ്ഞു, മോനെ ഇത് പറയിപ്പിക്കല്ലേ, ഈ കണ്ടു കാണപ്പെട്ട കിതാബുകളൊക്കെ കണ്ടില്ലേ, അത് ഉപയോഗപ്പെടുത്താൻ ഒരു പിൻഗാമി വേണ്ടേ? എന്റെ മോൻ പഠിക്കാൻ വേണ്ടി പോണം. റഫീഖ് അപ്പം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ പഠിച്ചൊരു മോചാരാകുക എന്നുള്ളത് നല്ല കാര്യം. മോചാരാകുകയാണെങ്കിൽ ഉപ്പാന്റെ മാതിരി ആകണം. ഞാൻ കെട്ടിമറിഞ്ഞ് ഓതി പഠിച്ചാലും ഉപ്പാന്റെ മാതിരി ആവൂല. പിന്നെ ആകും ഒരു മുറിമോചാര്. അത് എനിക്കും സമുദായത്തിനും നട്ടന്നല്ലാതെ അതുകൊണ്ട് എന്ത് കാര്യമാണ്? മോചാരാകുകയാണെങ്കിൽ ഉപ്പാന്റെ മാതിരി ആകണം. ഞാൻ കെട്ടിമറിഞ്ഞ് ഓതിയാലും ഉപ്പാന്റെ മാതിരി ആവില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പാനെ പറയിപ്പിക്കാതെ ഞാൻ ഇവിടെ നല്ല നിലക്ക് ജീവിച്ചോളാം, നിങ്ങൾ ഉപ്പാനത്തൊന്ന് പറഞ്ഞു മനസ്സിലായിക്കോട്ടെ. വ്യാഴാഴ്ച വന്നപ്പോ ഓൻ അവിടെ തന്നെ
എന്താ പോയില്ലേ? ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെ പറയണത്. അന്ന് ഞാൻ റഫീഖിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ സംസ്ഥാനം കാണാൻ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, കേസി നിങ്ങളൊന്ന്. റഫീഖിനോട് പറഞ്ഞു, കേസി ഇത് അഞ്ചൻ സ്വാദിക്കുണ്ട്, കിതാബൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളും. 5ാം ക്ലാസ് മദ്രസ പാസ്സായ സ്വാദിഖിനെ ഇന്റർവ്യൂ ചെയ്ത് ചെമ്മാട് ദാറുൽ അഡ്മിഷൻ ലഭിച്ചു. അവിടെ പഠിച്ചു. അവിടെ തന്നെ പഠിച്ച് പൂർത്തിയാക്കി ഹുദവിയായി രംഗത്തിറക്കണം എന്ന് ഉസ്താദ് അതിയായി ആഗ്രഹിച്ചതാണ്. റബ്ബിന്റെ വിരി എന്ന് പറയട്ടെ, ഒരു 5ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴേക്ക് തുടങ്ങി ഓനും മടി. സ്വാദിക്കുണ്ടിവിടെ 6ാം ക്ലാസ്സിലെത്തിയപ്പോ ഓൻ തീരുമാനിച്ചു, ഞാൻ പോലാണ്. 16-17 വയസ്സാകുന്ന ആ സമയത്ത് അങ്ങനെ വാശി പിടിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാനൊരിക്കൽ വീട്ടു വന്നപ്പോ സ്വാദിക്കും പഠനം നിർത്തിയല്ലോ എന്ന് പറഞ്ഞു. 2ആളുള്ളത്, 2ആൾക്കിപ്പോ ഈ കിതാബുകളൊന്നും ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടായില്ലല്ലോ. ആ സമയത്ത് കീപ്പിട്ട് ഇങ്ങനെ നോക്കി വിരലിമുക്ക് ഇങ്ങനെ നോക്കുന്നൊരു പതിവുണ്ടല്ലോ സ്ഥലം. അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ലിക്കുല്ലി ഷൈഇൻ ഇഖ്ബാലും വഇദ്ബാർ എന്ന ഹദീസ്. ഏതൊരു സംഗതിക്കും ഒരു പുരോഗതിയും ഒരു അധോഗതിയുമുണ്ട്. അത് എല്ലാ മേഖലയിലും. ഞാൻ ആ ഹദീസിന്റെ വ്യാഖ്യാനം പരിശോധിച്ചപ്പോ ഏതൊന്നിനും പുരോഗതിയും അധോഗതിയുമുണ്ട് എന്നതിന്റെ വ്യാഖ്യാനം പറഞ്ഞത് ഒരു 7 തലമുറ ആ നിലക്ക് നിൽക്കുന്ന. 7 തലമുറയിൽ ഇഖ്ബാല് ആണെങ്കിൽ പിന്നത്തെ 7 തലമുറ ഇദ്ബാറായിരിക്കും. എന്റെ ഉപ്പാണ്ടപ്പ അങ്ങനെ പിതാമഹാന്മാരുടെ ചരിത്രം ഞാൻ പരിശോധിക്കുമ്പോൾ എന്റെ 7 പിതാക്കളൊക്കെ വലിയ ആലിമീങ്ങളാണ്. ഞാൻ 7ാമത്തോനാണ്. ഏതൊന്നിനും ഒരു പുരോഗതിയും അധോഗതിയുമുണ്ട് എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ 7 തലമുറയാണത് നിലനിൽക്കുക, പിന്നെ ഒരു മാറ്റം വരും എന്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞത്. അങ്ങനത്തെ ഒരു മാറ്റം പഠിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കെട്ടിപ്പറഞ്ഞിട്ട് കാര്യമില്ല പെയ്ത്. എന്ന് അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം അവസാനമാകുമ്പോ 2 ഷെൽഫ് നിറയെ ഇവിടെ പുരാതന കിതാബുകളുണ്ട്. ഇതിലുള്ള ഉസ്താദുമാർക്കറിയാം ഉസ്താദിന്റെ അടുത്തുണ്ടായിരുന്ന കിതാബുകൾ. ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ഉപ്പ, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വല്ലിപ്പ, വല്ലിപ്പയുടെ സഹോദരൻ വല്ലിപ്പ എന്നുള്ളതാണ്. അവരും പൂർവികമായി ഉപയോഗിച്ചു വന്നിരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ സഹീഹാക്കിയ കിതാബ്. ആ കിതാബുകളുടെ ശേഖരം ഒന്നിച്ച് ദാറുൽഹുദയിലേക്ക് കാറുമായി വരുന്ന സമയത്ത് ഡ്രൈവർ മൈനുകുട്ടിയാക്കാനോട് പറയും, മൈനുകുട്ടിയെ കുറച്ച് കിതാബ് എടുത്ത. അങ്ങനെ പല തവണകളിലായി ആ കിതാബുകൾ മുഴുവനും ദാറുൽഹുദയിലേക്ക് എത്തിക്കുകയും ഖിയാമത്ത് നാൾ വരെ ഈ കിതാബ് മറ്റുള്ള ആലിമീങ്ങൾക്ക് ഉപകരിക്കണമെന്ന് ആഗ്രഹിച്ചു അത് ദാറുൽഹുദയുടെ കുത്തുബഖാനയിലേക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു. ഒരൊറ്റ കിതാബും ഇപ്പോൾ വീട്ടിലില്ല, മുഴുവൻ കിതാബും അവിടെ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാ ഇതൊക്കെ നമ്പറിട്ട് ലൈബ്രറിയിൽ കൊണ്ട് ഏൽപ്പിക്കുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്ത. ഞാൻ പറഞ്ഞു, സാധനങ്ങൾ ചിലപ്പോ നിങ്ങൾ നോക്കേണ്ടി വരുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ ഒരു ഷെൽഫ് വെച്ച് പിൽക്കാലത്ത് അങ്ങോട്ട് ലൈബ്രറിക്ക് മാറ്റിയ പോരെ. എന്നാ അങ്ങനെ ആക്കിയതാണ്. ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞ് ഷെൽഫ് വാങ്ങി ഉസ്താദിന്റെ റൂമിൽ തന്നെ വെച്ച് ആ ഷെൽഫുകളിലാണ് ഇപ്പോൾ ആ കിതാബുള്ളത്. ഒക്കെ ദാറുൽഹുദയുടെ ഷീൽ വെച്ച് നമ്പറിട്ട് അങ്ങോട്ട് വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പുരാതന ദർസി കിതാബുകളും മറ്റ് പല കിതാബുകളും അതിലുണ്ട്. കിതാബിന്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു. ഒരിക്കൽ ഞാൻ കുത്തുബി നടത്തുന്ന അവസരത്തിൽ ഇവിടെ ഒരു ഇബാറത്ത് റെഡിയാകാത്തൊരവസ്ഥ. ഞാൻ ഇതുമായിട്ട് ചെന്നു, നോക്കിയിട്ട് പറഞ്ഞു,
ഞാനിപ്പോ കുത്തിരി ദർശനത്തിൽ കുറെ കാലമായി, ഏതാണ്ട് കിതാബെന്ന് നോക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന പിറ്റേ ദിവസം മറക്കാതെ തന്റെ ഷെൽഫിൽ നിന്ന് കുത്തുബി എടുത്ത് നോക്കി ആ കുത്തുബിയുമായി വന്നിട്ടുണ്ട്. ഒരു കുട്ടിനെ വിട്ടിട്ട് കേസിലുണ്ട് വിളിക്കുക. ഞാൻ ചെന്നു, ഇത് എന്തേ നല്ല സംശയം ചോദിച്ചു. ഇത്രാം പേജിലാണ് കാട്ടിക്കൊണ്ടു. ഷെയ്ഖുനയുടെ ആ കുത്തുബി എടുത്ത് മറിച്ചു നോക്കുമ്പോ അവിടെ ഒരു ഇബാറത്തിന് പിഴവ, അത് സഹിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, വല്യപ്പ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കിതാബാണത്, അന്ന് അവർ സഹിയാക്കി കൊടുത്ത ഇബാറത്താണത്. സഹിയാക്കി ആ ഇബാറത്ത് വെച്ച് നോക്കുമ്പോ പിന്നെ അതിന്റെ അർത്ഥം വളരെ ക്ലിയറായി. ഞാൻ പറഞ്ഞു, ആ കിതാബ് എനിക്കൊന്ന് തന്നാല് ഞാൻ റൂമിൽ വെച്ചോളാം, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകണില്ല, വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാലോ, കേട്ടിട്ടല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് റൂമിൽ വെക്കും, സംശയം കണ്ടേ നോക്കും. ഷഹബാനായി കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് അവധി നൽകപ്പെട്ട സമയമായപ്പോ ഇതിൽ നോക്കി ചില ക്വസ്റ്റ്യനുകളൊക്കെ തയ്യാറാക്കാന്നുള്ള ആൾക്കാരോട് വ്യക്തത കൊടുക്കാതെ ഇവർക്ക് വിളിച്ചു, ഇനി 6 മാസം മുമ്പ് കിതാബാങ്ങിയോടെയല്ലോ, എവിടെ പോയി തരാൻ വളർത്താനൊന്നും ചോദിച്ചു. ചോദിച്ചിട്ടാണ് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മോനാണ്. ചമ്മാട്ട് മകന്റെ മകനാണ്. ചമ്മാട്ടേക്ക് കിതാബ് കൊടുത്തേക്കുന്ന സമയത്ത് ഇവരോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് അവരൊക്കെ കിതാബ് എനിക്ക് തന്നതാണ്, ഇത് ദാറുലൂതയ്ക്ക് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് സമ്മതല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ദാറുലൂതയ്ക്ക് കൊണ്ടുപോയത്. അനന്തരാവകാശ വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് ഞാൻ തട്ടിപ്പറിച്ചെടുത്തു എന്ന് വേണ്ട എന്ന നിലയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചുറപ്പ് വരുത്തിയിട്ടാണ് ദാറുലൂതയിലേക്ക് എത്തിച്ചത്. അൽഹംദുലില്ലാഹ്, അത് പിൻഗാമികൾക്ക് എക്കാലത്തും ഉപകരിക്കുന്ന അവസ്ഥയിൽ അവിടെ നിലനിൽക്കും. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, സാധാരണ ദർസി കിതാബുകൾ അത് മുഴുവൻ അവിടെ ഉണ്ട്. മന്തിക്കിന്റെയും മഹാനിയുടെയും ഫിഖഹിന്റെയും ഹദീസുകളും തഫ്സീറുകളൊക്കെ ഉണ്ട്. ഇബാറത്തിൽ വല്ല ഖലലും ശുബ്ഹകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദാറുലൂതയിൽ വരാം. ദാറുലൂതയിലെ ലൈബ്രറിയിൽ കുത്തുബ്ഖാനയിൽ ആ കിതാബുകളുണ്ട്, അത് നോക്കാം. അവിടെ നിന്ന് കൊണ്ടുപോകാനോ നഖല് ചെയ്യാനോ പാടില്ല. ആർക്ക് വന്നാലും മുത്താല ചെയ്യാനുള്ള സൗകര്യം ഇൻഷാ അല്ലാഹ് അവിടെ ഉണ്ടാവും. ഒരിക്കൽ ഞങ്ങൾ ക്ലാസ്സിൽ ചോദിക്കുകയുണ്ടായി, ഉസ്താദിന്റെ കോളേജിലൊന്നും പോയില്ലേ? ബഹുമാനപ്പെട്ടവരപ്പ പറഞ്ഞത്, ഞങ്ങൾ 4 മക്കളും, ഞാനൊരു മോനും എന്റെ 3 പെങ്ങന്മാരും. മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാരടുത്ത് അവസാനമായി പഠനം കഴിഞ്ഞു. എന്റെ കൂടെയുള്ള ശരീക്കന്മാർ, ക്ലാസ്മേറ്റൊക്കെ അന്ന് പട്ടിക്കാട് ജാമിയ നൂരിയോ നന്ദിയോ കേരളത്തിൽ മറ്റ് ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളോ ഒന്നുമില്ല. ഒന്നുകിൽ വെല്ലൂർ ബഖിയാത്ത് സ്വാലിയാത്തിലേക്ക് അല്ലെങ്കിൽ ദയ്യൂബന്തിലേക്കൊക്കെ പോകാം. അങ്ങോട്ട് പോകാൻ ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കുന്ന സമയം, ആ നേരത്ത് ഞാൻ ലപ്പാന്റെ അരികിലേക്ക് ചെന്നു. കൂടെയുള്ളവരൊക്കെ ഫോം വാങ്ങി പൂരിപ്പിച്ച് ഇത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പോകണമെന്ന എന്റെയും പൂതി. ഷെഫാക്ക് സുഖമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? സാധാരണ പറയുകയുണ്ടായി, സാധാരണ പെട്ടെന്നാണ് ഇപ്പൊ മറുപടി പറയാറുണ്ട്, പക്ഷേ തുടർ പഠനത്തിന് വേണ്ടി പോകുന്നതിനെ കുറിച്ചുള്ള ചോദ്യമായതിനാൽ ഉപ്പ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് പറയുകയുണ്ടായി, ദീനിനെ ഈ ദർശനം നടത്തിക്കൊള്ളു, അവിടൊക്കെ പോയാൽ എന്നെ തേടി ഇങ്ങോട്ട് വന്നോളൂ, ഈ ദർശനം നടത്തി. അവിടങ്ങളിലൊക്കെ പോയവർ നിന്നെ തേടി ഇങ്ങോട്ട് വന്നോളും, ഈ ദർശനം നടത്തിക്കോളും. അങ്ങനെയാണ് കൂടെ പഠിച്ചിരുന്നവരൊക്കെ ദൈവബന്ധിലേക്കും വെല്ലൂരിലേക്കും പോകുമ്പോ ദർശനം നടത്തണം എന്ന് ഉപ്പ നിർദ്ദേശിച്ച് ഞാൻ ദർശനമായി കഴിഞ്ഞു കൂടേണ്ടി വന്നത്. അങ്ങനെയാണ് ബിരുദം കിട്ടാതെ പോയത്, തഹ്സീൽ നേടാൻ കഴിയാതെ പോയത്.
കാറിലൊക്കെ യാത്ര ചെയ്തപ്പോൾ ഉസ്താദ് പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പോലും ചില മസ്അലകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് എന്റെ കഴിവല്ല, എന്റെ ഉപ്പാന്റെ വാക്കിന്റെ പൊരുത്താണത്. എന്റെ ഉപ്പാന്റെ വാക്കിന്റെ പൊരുത്താണത്. ആ റമദാനിൽ കോടങ്ങാടിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുദരിസ് പോയാണ്, നല്ല ദർസ് നടത്താൻ പറ്റിയൊരു മുദരിസിനെയും കുട്ടികളും കിട്ടണ്ടീനി, ഉസ്താദിനെ ഏൽപ്പിച്ചാൽ. എന്റെ മോൻ സൈദീനെ പറ്റുമോ? എന്റെ മോൻ സൈദീനെ പറ്റുമോ? ഇവിടുന്ന് ഏൽപ്പിച്ചെന്ന പിന്നെന്താ പറ്റായി? അവന്റെ കൂടെ ഉള്ളവരൊക്കെ ബിരുദത്തിന് വേണ്ടി തഹ്സീലിന് വേണ്ടി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോയിരിക്കുക. അവനോട് ഞാൻ ദർസ് നടത്താനാ പറഞ്ഞത്, അവനോട് ഏൽപ്പിക്കുന്നാല് ഈ കോട്ടയാർ. കോടങ്ങാട് ആദ്യമായി 22 വയസ്സുള്ള സമയത്ത് കോടങ്ങാട് മുദരിസായി ചാർജ് എടുക്കുകയാണ്. ഈ ചെറുപ്പക്കാരനായ മുദരിസ് വളരെ ഗഹനമായ രൂപത്തിൽ ദർസ് നടത്തുന്ന ഒരു ദർസാണ് എന്ന് അറിഞ്ഞപ്പോ പല ഭാഗങ്ങളിൽ നിന്ന് മുത്തഅല്ലിമീങ്ങൾ വന്നു. 60, 70, 80 മുത്തഅല്ലിമീങ്ങൾ 18 വർഷക്കാലം അവിടെ കഴിഞ്ഞുകൂടി. തന്റെ 40ാമത്തെ വയസ്സിലാണ് സമ്മാട്ട് പള്ളിയിലേക്ക് പിന്നീട് മാറുന്നത്. 20 വർഷക്കാലം അവിടെ ദർസ് നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ദാറുൽ ഹുദയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്റെ 28, 29, 30 വയസ്സ് കാലയളവിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഫത്വ തേടി ശൈഖുനെ സമീപിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫത്വ കൊടുക്കാൻ യോഗ്യരായ ആളുകൾ വേറല്ലാത്തത് കൊണ്ടല്ല, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും കോട്ടുമല ഉസ്താദും വാണിയമ്പലം ഉസ്താദും കേക്കാതുറത്ത് ഉസ്താദും തുടങ്ങി നിരവധി ആലിമീങ്ങൾ ഫത്വ കൊടുക്കുന്ന പ്രഗത്ഭരുള്ള സമയത്താണ് 30 വയസ്സ് മാത്രം പ്രായമുള്ള ഉസ്താദിന്റെ അരികിലേക്ക് ഫത്വയും തേടി വരുന്നത്. അന്ന് മുതൽക്കേ ഫത്വ കൊടുത്തു തുടങ്ങിയതാണ്. അവസാനം വഫാത്തിന്റെ സമയത്തും അഥവാ ഈ അസുഖമാകുന്ന ആ നേരത്തും ഫത്വയിലാണ് കഴിഞ്ഞു കൂടിയിരുന്നത് എന്ന് നാം ഓർക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1982 മുതൽ ഉസ്താദിന്റെ അരികിലേക്ക് എന്റെ SLC പഠനം കഴിഞ്ഞ് മീസാൻ എന്ന കിതാബുമായി വന്ന് അവിടെ പഠിച്ച് വെല്ലൂർ റാഖിയാത്ത് സ്വാലിഹത്ത് അറബി കോളേജിൽ പഠനം കഴിഞ്ഞ് വീണ്ടും ദാറുൽ ഹുദയിലെത്തി. ഈ വർഷക്കാലമൊക്കെ 10-25 വർഷക്കാലം ഉസ്താദിനോട് കൂടെ വീണ്ടും കൂടി ജോലി ചെയ്ത് അവിടുത്തെ തണലിലായി അവിടുത്തെ കീഴിലായി ഖിദ്മത്ത് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ നിരവധി അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഞാൻ നിർത്തുകയാണ്. പല പണ്ഡിതന്മാരും അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇവിടെയുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനം, ധർമ്മസ്ഥാപനത്തിൽ ഇങ്ങനെ ഇംഗ്ലീഷും കണക്കും സോഷ്യൽ സ്റ്റഡീസും സയൻസും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ പഠിപ്പിക്കപ്പെടുകയോ, കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ധർമ്മസ്ഥാപനല്ലേ, ആളുകൾ സംഭാവന കൊടുക്കുന്നത് ദീനിയായ ഇൽമ പഠിക്കാൻ വേണ്ടി എന്ന നിലയിലല്ലേ, അവിടങ്ങളിൽ ഈ ഇംഗ്ലീഷും ഉറുദുവും മറ്റ് ഭൗതികമായ വിവരങ്ങളുമൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് ഈ വഖഫിന്റെയോ അല്ലെങ്കിൽ ധർമ്മത്തിന്റെയോ കാശ് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആധുനിക കാലത്തുള്ള ഒരു മതപണ്ഡിതന് ഇത്തരം ബിരുദങ്ങളും ഇത്തരം സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആവശ്യമാണ്. ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമാണ്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഞാൻ ചോദിച്ചു, അതെന്താ? ഞാൻ അഫ്ദൽമ പാസ്സായ ആളാണ്. ഉസ്താദ് പറഞ്ഞു, ഞാൻ അഫ്ദൽമ പാസ്സായ ആളാ. ഇവിടെ ഉണ്ടാവും കൂടെ പഠിച്ചിരുന്നവരില്ലേ? എന്ത് കൊണ്ടോട്ടിന്നാണല്ലോ പറഞ്ഞത്, കൂടെ അഫ്ദൽമ എഴുതിയതൊക്കെ ഉണ്ടാവും. താപ്പാന്റെ അടുത്ത് ഓതില്ലെന്ന് ഇപ്പൊ ചെറുശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ പഠിച്ചിരുന്ന കുറച്ച് കുട്ടികളൊക്കെ അഫ്ദൽമ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോകും. അപ്പൊ എന്നോട് ചോദിച്ചു, അഫ്ദൽമ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്, ഞാനും പോട്ടെ. അത് ഉപയോഗിക്കുക. അന്നത്തെ വാചിക പരീക്ഷകളാണ്, ചോദ്യ പരീക്ഷകളാണ്, എഴുത്ത് കുറവാണ്. ചോദ്യകർത്താവ് ഒന്നാമത്തെ ചോദ്യം, മുസ്ലിങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ലോകത്തെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മന്ദിരത്തിന്റെ പേര് പറയുക. മുസ്ലിങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മന്ദിരത്തിന്റെ പേര് പറയുക. അന്ന് ചെറിയ കുട്ടിയാ, കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന, ഉപ്പാന്റെ അടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന പ്രായം. ഉസ്താദിന് മറുപടി, കഅബ.
ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അല്ലെ, ലോകത്തെ 7 മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു മന്ദിരത്തിന്റെ പേര് 7 അല്ല 700 മഹാത്ഭുതം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ദിരത്തിന്റെ പേര് കഅബ. ചോദ്യകർത്താവിന് മറുപടി കിട്ടേണ്ട എന്താ? താജ്മഹൽ എന്നാണ്. താജ്മഹൽ എന്ന മറുപടി ശൈഖുന പറഞ്ഞതേ ഇല്ല. പിന്നെ കഅബ. അപ്പൊ ചോദ്യകർത്താവ് ദേഷ്യം പിടിച്ച് ചോദിച്ചു, നിങ്ങൾ കഅബ തന്നെ ആവർത്തിച്ച് പറയണല്ലോ, എന്താ മോനെ കഅബയാണ് എന്ന് പറയാൻ കാരണം? ഉടനെ ശൈഖുന മറുപടി പറഞ്ഞു കൊടുത്തു, ആമിറുൽ ജലീൽ വ മുഹന്ദിസുഹു ജിബ്രീൽ വ ബാനിഹി ഖലീൽ വ മുഈനുഹു ഇസ്മായിൽ. ആമിറുൽ ജലീൽ, ആ മന്ദിരം നിർമ്മിക്കാൻ കൽപ്പിച്ചവൻ ജലീലായ അള്ളയാണ്. വ മുഹന്ദിസുഹു ജിബ്രീൽ, അതിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഖലീൽ, അതിനെ പടുത്തു നിർമ്മിച്ചുണ്ടാക്കിയവൻ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇസ്മായിൽ, അതിന് കല്ലും മണ്ണൊക്കെ എടുത്തു കൊടുത്ത് സഹായിച്ച കയ്യാള് ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. അതിലും മഞ്ഞ മന്ദിരം പിന്നെ വേറെ ഏതാ? ഒരു താജ്മഹൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ദിരം കഅബയാണ്. അത് പറയാം, 100 പയാവുടുത്ത് നിന്നോട് പറഞ്ഞു, 100 തന്നിട്ട് ഇത് പോയാവുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് വിട്ടുക. അങ്ങനെ അഫ്ദലമന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കോടതിയിൽ ഉപകരിച്ചിട്ടുണ്ട്. ദാറുൽ മുതഅല്ലിമീങ്ങൾക്ക് ധർമ്മസ്ഥാപനമായിരിക്കെ വഖഫിന്റെ മുതൽ ഉപയോഗപ്പെടുത്തി ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിന് തെളിവായി ബഹുമാനപ്പെട്ടവർ എന്നോടൊക്കെ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട പുത്തൂർ ഫൈസി അദ്ദേഹത്തിന്റെ ഖുർആൻ ഫത്ഹുൽ മീൻ പരിഭാഷ, ആ പരിഭാഷയിലുണ്ടായിരുന്നു ആമിന ബുക്കിത്താൾ പ്രസിദ്ധീകരിച്ച ഫത്ഹുൽ മീൻ പരിഭാഷന്റെ ചില പോരായ്മകളെ കുറിച്ചുള്ള ഒരു വിവരണം. അവസാനം ആമിന ബുക്കിത്താളുകാർ പുത്തൂർ ഫൈസിക്ക് എതിരിൽ കേസ് കൊടുത്തു. എറണാകുളം കോടതിയിൽ കേസ് കൊടുത്തു. അവസാനം പുത്തൂർ ഫൈസിയെ വിളിച്ചു. പുത്തൂർ ഫൈസി കോടതിയിൽ വാദിച്ചു, ഞാൻ എഴുതിയത് ശരിയാണ്. ആമിന ബുക്കിത്താളാര് പരിഭാഷപ്പെടുത്തിയതിൽ ഒരുപാട് അപാകതകളുണ്ട്. ഫത്ഹുൽ മുഈന്റെ മുസന്നിഫ് തങ്ങൾ ഉദ്ദേശിച്ചതിനെതിരിലായിട്ട് പല വിവരങ്ങളും നൽകിയിട്ടുണ്ട്. അത് ഞാൻ തെളിയിക്കാം. കോടതി ചോദിച്ചു, നിങ്ങൾ ആരെ കൊണ്ട് തെളിയിക്കും? ചെറുശ്ശേരി ദീനു മുസ്ലിയാരെ കൊണ്ട്. ഈ പരിഭാഷക്ക് അവതാരിക എഴുതിയതും അദ്ദേഹം. പുത്തൂർ ഫൈസി നേരെ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചമ്മാട്ടേക്ക് വന്നു, കാര്യങ്ങൾ പറഞ്ഞു. എവിടെയൊക്കെയാണ് ആ പോരായ്മകളുള്ളത് എന്ന് കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെയുമായി കോടതിയിലേക്കെത്തി. കോടതിയിൽ നിന്ന് വക്കീലിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം, നിങ്ങൾ ചെറുശ്ശേരി ദീനു മുസ്ലിയാർ, നിങ്ങൾ എന്തിനു വന്നു? ഈ ഫത്ഹുൽ മുഈനിലുള്ളത് സത്യസന്ധമാണ്, ശരിയാണ് എന്ന് തെളിയിക്കാൻ. അത് തെളിയിക്കാൻ നിങ്ങൾ പണ്ഡിതനാണോ? അതെ, ഞാൻ പണ്ഡിതനാണ്. നിങ്ങൾ പണ്ഡിതനാണ് എന്നുള്ള എന്താ തെളിവ്? അഫ്ളൽ ഇൽമിന്റെ സർട്ടിഫിക്കറ്റ് കാട്ടിക്കൊടുത്തു. സമസ്ത മുഷാവറ മെമ്പറാണെന്ന്, സമസ്ത മുഷാവറ മെമ്പറാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? കോടതിയിൽ കാര്യമുണ്ടോ? അഫ്ളൽ ഇൽമിന്റെ സർട്ടിഫിക്കറ്റ് കാട്ടിക്കൊടുത്തു. കോടതി നോക്കിയിട്ട്, ഓ അഫ്ളലുൽ ഉലമായി, ഉലമാക്കൾ അതീവ ശ്രേഷ്ഠൻ എന്ന സർട്ടിഫിക്കറ്റ്, അത് മതിയല്ലോ കോടതിക്ക്. ശൈഖിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അഫ്ളൽ ഇൽമിന്റെ സർട്ടിഫിക്കറ്റ്? പക്ഷേ ആ കോടതിയിൽ ഈ കാര്യം തെളിയിക്കാൻ ഒരു പണ്ഡിതനാണ് എന്ന് തെളിയിക്കേണ്ടി വന്നപ്പോ എനിക്കിത് ഉപകരിച്ചിട്ടുണ്ട്. ആധുനിക മതപണ്ഡിതന്റെ ഭൗതികമായ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ സർട്ടിഫിക്കറ്റും കൂടി നൽകാൻ വേണ്ടിയിട്ട് വഖഫിന്റെ മുതൽ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. നിർത്താണ്. വളരെ ലളിതമായ ജീവിതം. ചമ്മാട്ട് ഓതിയിരുന്ന അന്ന് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നിൽക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നൊക്കെ 40, 42, 43 വയസ്സേ ഉള്ളൂ. താടിയും തലയും ഒന്നും നരബാധിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ആ കാലത്തെ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പരട്ടി. എന്നാൽ അത് കമ്മിറ്റിക്കാരെ അറിയിക്കോ? ഇല്ല. ചെലവുള്ള വീട്ടുകാരറിയോ? അറിയില്ല. വ്യാഴാഴ്ച നോമ്പ് നോറ്റ് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് കൊണ്ടോട്ടിക്ക് പോരും. ഇവിടുന്നായിരിക്കും നോമ്പ്. തിങ്കളാഴ്ച അവിടെ തന്നെയാണല്ലോ ഉണ്ടാകാറ്. ബഹുമാനപ്പെട്ട ഷാഫിയാജിയുടെ വീട്ടിൽ നിന്നാണ് അന്ന് ഭക്ഷണം ഉണ്ടാകാറ്. സാധാരണ പോലെ ഉച്ചക്ക് കൊണ്ടുവരുന്ന വെക്കുന്ന ഭക്ഷണം, ഉച്ചക്കുള്ള ചെലവ് മുടക്കൂല. ആ ഭക്ഷണം രാത്രിയൊക്കെ ചെലവ് മുടക്കും.
ആ തട്ടിലുള്ള ഭക്ഷണം അവിടെ വെക്കും. അതുകൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത്. അത് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് നിവർത്തി വെച്ച് അതുകൊണ്ടാണ് നോമ്പ് തുറന്നിരുന്നത്. ഞങ്ങൾ ക്ലാസ് നിൽക്കെ ചോദിച്ചു, ഈ തണുത്ത ചോറുണ്ടാകണോ നോമ്പ് തുറക്കല്? അത് ചെലവ് വീട്ടിലെന്ന് പറഞ്ഞാൽ പോരെ? അപ്പൊ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇനി ഒരു ബുദ്ധിമുട്ടാണ്ടാവും, എന്നെക്കൊണ്ട് ഇനി ഒരു ബുദ്ധിമുട്ടാകണ്ട. ഉസ്താദിനെ പറ്റി നോമ്പായതുകൊണ്ട് നമുക്കാർക്കും നോമ്പുമില്ല, ഇനിയിപ്പോ അതിനുള്ള ഭക്ഷണം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് പെണ്ണുങ്ങൾ ഞൊടിയണ്ട. അതുകൊണ്ട് ഈ തണുത്ത ചോറ് കഴിച്ചിട്ടാ ഈ നോമ്പ് തുറന്നിരുന്നത്. ഒരാളെയും ബുദ്ധിമുട്ടാകരുത് ഞാൻ മുഖേന എന്ന് നിർബന്ധമുണ്ട്. പരിപാടിക്കൊക്കെ പോകുമ്പോൾ നേരത്തെ പോവല്ലോ. ഡ്രൈവർ എന്നോടൊക്കെ പറഞ്ഞു, കേസ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്തിനെപ്പോഴേ പോണത്, നേരത്തെ പോയി അവിടെ നിൽക്കണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ. ഒരിക്കൽ വളാഞ്ചേരി ഭാഗത്തൊരു ഹുദവിയോടെ നിക്കാഹ് അസറിന്റെ ശേഷം ഒരു 2-2:15 ഞാനുണ്ടാ നിക്കാഹിന് എന്റെ അടുത്ത് കാള വിട്ടു. അവരോട് മാറ്റി ഇറങ്ങാൻ പറയും നിക്കാഹിന് പോകാൻ. ഞാൻ കള്ളിത്തിനെടുത്തിട്ട് റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പൊ 2:15 4 മണിക്ക് ശേഷമുള്ള നിക്കാഹ് വളാഞ്ചേരിക്ക് മാക്സിമം 1 മണിക്കൂർ പോരെ, ഇപ്പോഴേ അവിടെ പോയി നിൽക്കണോ? എനിക്ക് പീരിയഡ് ഉണ്ടോ ചോദിച്ചോട്. പീരിയഡൊന്നുമില്ല. എന്നാ പിന്നെ നമുക്ക് പോരേത് നീ മറ്റുണ്ടാക്കി കൂടെ. വഴിയിൽ വല്ല തട്ടമുട്ടുണ്ടായാൽ ഓല് നമ്മളെ കാത്തുനിന്ന് ഇറങ്ങാറാകും. അങ്ങനെ ഇറങ്ങാറാകണ്ടല്ലോ, നമ്മൾ നേരത്തെ പോയപ്പോ എന്താ വരാനുള്ളത്? നേരത്തെ എത്തിയ പള്ളിയുടെ ഇതുകാപ്പിരിക്കണം എന്നല്ലാതെ പള്ളിയിലെപ്പോ അവിടെ അങ്ങനെ ഉസ്താദ് നിർബന്ധിച്ചപ്പോ മാറ്റി ഇറങ്ങി കൂടെ പോയി. വളാഞ്ചേരിയിൽ എത്തുന്നതിന് മുമ്പ് വട്ടപ്പാറ വളവില് ഒരു വാഹനം മറഞ്ഞ് ഇങ്ങനെപ്പുറത്ത് ഒരുപാട് ബ്ലോക്കായി നിൽക്കണം. ആ ബ്ലോക്കിൽ ചെന്നിട്ടപ്പെടുന്നത് എന്നെ നേർക്കൊണ്ട് ചേറി സംസാരിച്ചു. അങ്ങനെയുണ്ട്. ഈ ആദ്യം ഓരോ കട്ടിമറീസ് ഉണ്ടാവുന്ന ആൾക്കാർ നമ്മൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞത്. ആ ബ്ലോക്കൊക്കെ തീർന്ന് പിന്നെ നമ്മൾ ആ സ്ഥലത്തെത്തിയപ്പോ അസറിന്റെ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ശരിയായ നേരത്തിനവിടെത്തും. ആളും പാളും ഇങ്ങനെ ഒരുമിച്ച് കൂടി റെഡിയായി നിൽക്കുന്ന വലിയൊരു സദസ്സിലേക്ക് എന്ന് പറഞ്ഞൊരു ആളായി ചെല്ലുന്ന പരിപാടി ആ സംഗതിയില്ല. നേരത്തെ നമ്മളവിടെ പോയിരുന്നാൽ എന്താ അതുകൊണ്ട് വരാനുള്ളത്? ഈ രൂപത്തിലുള്ള ആ നിലപാടാണ് ഉസ്താദിൽ നിന്ന് നമുക്ക് എല്ലാ മേഖലകളിലും കാണാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ടവർ എല്ലാ മുത്തഅല്ലിമീങ്ങളോടും ഒരേപോലെ. ഞാൻ വിചാരിക്കൽ എന്നോടായിരിക്കും ഉസ്താദിന് കൂടുതൽ ഇഷ്ടം. വേറൊരു മുത്തഅല്ലിം മനസ്സിലാക്കൽ എന്നോടായിരിക്കും ഉസ്താദിന് കൂടുതൽ ഇഷ്ടം. 100, 110, 120 മുത്തഅല്ലിമീങ്ങൾ എന്നവിടെ ഉണ്ട്. എല്ലാവർക്കും തോന്നാൻ എന്നോടായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഒരു വിശാലമായ ഒരു പെരുമാറ്റമാണ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ ഉസ്താദിന് പലപ്പോഴും ഖിദ്മത്ത് ചെയ്തവരാ, അവിടത്തോടൊപ്പം കഴിഞ്ഞുകൂടിയവരാ. വല്ല പോരായ്മകളുമുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. മഹാനവറുകളുടെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. പലവട്ടം ഉസ്താദിന്റെ കൂടെ യാത്ര പോകാൻ സാധിച്ചിട്ടുണ്ട്. പലരെയും പങ്കാളികളാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാനം മയ്യിത്ത് കുളിപ്പിക്കാനും ഈ ഉള്ളവൻ അല്ലാഹു അവസരം നൽകി. ഒരു ദുർഗന്ധമോ ഒരു മാലിന്യമോ ഒന്നുമില്ല. മയ്യിത്ത് കുളിപ്പിച്ചവർ വേറെയും 2-3 ആളുകൾ ഇതിലുണ്ട്. ഒരു മാലിന്യവുമില്ല. വളരെ ശുദ്ധമായ ശരീരം, വളരെ ക്ലിയറായ ശരീരം. അല്ലാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. തന്റെ ഇൽമും ഫത്വയും അതിന്റെ ഒക്കെ പ്രതിഫലം ഖബറിലേക്ക് എത്തിക്കുമാറാകട്ടെ. അതിന്റെ സവാബ് മഹാനവറുകളിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.